ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. ഏപ്രിൽ 5. ഞാനിന്ന് ആക്ച്വലി 33 വീക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ബേബി ഷവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് കുറച്ച് നേരമായി, സമയം 10 മണിയാവാനായിട്ടോ. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സൊക്കെ ഉച്ച കഴിയുമ്പോൾ വരും. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ആയതുകൊണ്ട് സൺസെറ്റ് കുറച്ചുകൂടി സമയമുണ്ട്. 8 മണിയാകുമ്പോഴത്തേക്കേ സൺസെറ്റ് ആവുള്ളൂ. അന്നേരം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വെച്ചിട്ട് ഒരു പാർക്കിൽ പോയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പരിപാടി. തീം വൈറ്റും ഒരു ഗോൾഡൻ ഷെയ്ഡുമാണ് പറഞ്ഞേക്കുന്നത്. നാളെ എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള വളകാപ്പ് പരിപാടിയും കൂടെ നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ അതിൻ്റെ തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കട്ടെ. അതിനകത്ത് ബേബി ഷവറിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ഡ്രസ്സ് ഞാൻ നാട്ടിൽ പോയപ്പോൾ മിന്ത്രയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് മോം ടുബീൻ്റെയും ഡാഡ് ടുബീൻ്റെയും ഒക്കെ ബാനറും ഹെഡ് ബാൻഡും കമ്മലും ഒക്കെ ഞാൻ തെമുന്നായിരുന്നു കേട്ടോ മേടിച്ചത്. വള ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസ് ഇവിടെ തന്നെ കുക്ക് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പരിപാടിയും. ജിതിനും നവീനും കൂടി നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ് ഷൂട്ട് കഴിഞ്ഞ് വന്നേച്ചിട്ട് ഇവിടുന്ന് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സ് ഓരോരുത്തരായി വന്നു. ചെറിയ രീതിയിലുള്ള പരിപാടിയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ക്രീം ഗോൾഡൻ തീമാണ് ഷെയ്ഡായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിങ്കിയും പയ്യും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നേ. അഖില ബേബി ഷവറിന്റെ തീമിൽ നല്ല അടിപൊളി കേക്ക് സെറ്റാക്കിക്കൊണ്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നബീലും കൂടി എത്തി. അപ്പോഴത്തേക്കും പതിയെ ഞാനും റെഡി ആയിട്ടോ. അധികം വൈകാതെ തന്നെ ഡെക്കറേഷൻസിന്റെ ഐറ്റംസ് ഒക്കെ ആയിട്ട് അവരെല്ലാവരും കൂടി ആദ്യം പാർക്കിലോട്ട് പോയി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് അപ്പുറമുള്ളൊരു പാർക്കാണ്. അവർ പതിയെ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ആക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങി. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു പാർക്ക്. ബ്രിഡ്ജിലുണ്ടായിരുന്നുകൊണ്ട് അവൻ ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ബലൂണൊക്കെ വീർപ്പിച്ച് സ്റ്റാൻഡൊക്കെ സെറ്റാക്കാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ അന്യനാട്ടിലാണെങ്കിലും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഇങ്ങനെ എന്തിനും ഏതിനും ഓടി വരാൻ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളത് എത്ര ഭാഗ്യമാണല്ലേ. പ്രഗ്നൻ്റ് ആണെന്ന് ആദ്യം അറിഞ്ഞപ്പോൾ തൊട്ട് എന്നേക്കാളും എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് വളകാപം നടത്തണം, ബേബി ഷവർ നടത്തണം എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പും പ്ലാനിങ്ങും ഒക്കെ നടത്തിയത് ഇവരാണ്. ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കാണുമ്പം ഒരു സന്തോഷം. ഓരോ മൊമെന്റ്സും ഇങ്ങനെ പകർത്തിയത് കൊണ്ട് വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞങ്ങളെ കൊണ്ട് ആവുന്നത് പോലെ ഡെക്കറേഷൻസും ബാക്കി പരിപാടികളും ഒക്കെ ഞങ്ങൾ സെറ്റാക്കി കേക്ക് കട്ടിങ് ചെയ്ത് പിന്നെ എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറയുക, ക്ഷീണവും വയ്യാഴികയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത്രയും പോസിറ്റീവായ ആൾക്കാരോട് നിൽക്കുമ്പോൾ എല്ലാ വേദനയും മറക്കെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. സൺസെറ്റ് ആവുന്നതിന് മുന്നേ ഞങ്ങൾ ബാക്കി എല്ലാവരുടെയും കൂടെ നിന്നിട്ട് സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫോട്ടോഷൂട്ട് നടത്തിയേ. 8:30 ആകുമ്പോഴത്തേക്കും പാർക്ക് പൂട്ടുമായിരുന്നേ. അതുകൊണ്ട് പാർക്ക് പൂട്ടുന്നതിന് മുന്നേ തന്നെ എല്ലാം അഴിച്ച് പെറുക്കി ഞങ്ങൾ വീട്ടിലോട്ട് പോയി. നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള വളകാപ്പിൻ്റെ ചെറിയ ഒരുക്കങ്ങളൊക്കെ ഇന്നേ തുടങ്ങാൻ ഞങ്ങൾക്ക് പരിപാടി ഉണ്ടായിരുന്നേ. ഒരുപാട് നല്ല ഓർമ്മകളായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ. ചാവോ ചാവോ. Bye. 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 Bye.